ഒരേ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറിമറിയാൻ കഴിയുന്ന മഹാപ്രവാചകനാകുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനും അള്ളാഹു എന്തൊക്കെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ അനുഗ്രഹത്തിനോട് തത്തുല്യമായ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തരുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന ഒരേ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹ് കഴുകിക്കളഞ്ഞ് ഉമ്മ ജനിച്ച കുഞ്ഞിനെ പോലെ സംശുദ്ധരാക്കുമെന്ന് പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരേ ഒരു തവണ നിങ്ങൾ ഈ പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ 1000 നന്മകൾ അല്ലാഹ് രേഖപ്പെടുത്തുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആവലാദികൾ, വേവലാദികളെല്ലാം അല്ലാഹു മഞ്ഞുരുകുന്നതുപോലെ ഉരുക്കിക്കളയുന്ന നമ്മുടെ എല്ലാ ടെൻഷനുകളും, രോഗങ്ങളും, പ്രതിസന്ധികളും ഇനി എന്ത് എന്ന ചോദ്യചിഹ്നത്തിന് മുന്നിൽ ഒരു വഴി അള്ളാഹു തുറന്നു തരുമെന്ന് അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദിക്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ദിക്ർ ചൊല്ലിയ മനുഷ്യൻ നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് ഇവനേക്കാൾ പകരം വെക്കാൻ ഇനി ഒരാളും കടന്നു വരില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ ഒരു ദിക്ർ. ഒരു സെക്കൻഡ് കൊണ്ട് പോലും ചൊല്ലി തീർക്കാൻ കഴിയുന്ന, ഒരു സെക്കൻഡ് പോലും വേണ്ട ഇതൊരു തവണ ചൊല്ലാൻ അത്ഭുതകരമായ ആ ദിക്ർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. ഉറപ്പാണ്, ഇത് നമ്മൾ മുറുകെ പിടിച്ചാൽ അള്ളാന്റെ ഖുർആൻ സാക്ഷിയാണ്, നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ അത്ഭുതകരമായ ഒരു ദിക്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കാനും പകർത്താനും ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. ബദർ തീരത്തിലെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാമൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വിശ്വാസികളായി ജീവിക്കുവാനും വിശ്വാസിയായി മരണപ്പെടുവാനും ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക, പടച്ചോനെ ഈമാനോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനും വേണ്ടി ദുആ രക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം വിശ്വാസികൾ മുഅ്മിനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോ, അതിനുവേണ്ടി ദുആ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ യഥാർത്ഥ വിശ്വാസികൾ ആര് എന്ന് പറയുന്നുണ്ട്. ആരാണ് വിശ്വാസി, ആരാണ് മുഅ്മിൻ എന്ന് ഖുർആൻ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. ആ പറയുന്ന സർട്ടിഫിക്കറ്റിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസികളാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എന്താ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവർക്ക് അവരുടെ അടുക്കൽ അള്ളാഹുവിന്റെ ദിക്റിനെ, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ദിക്റുകൾ പറഞ്ഞാൽ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ വജിലതു ഖുലൂബുഹും, അവരുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങും, പടപടാ പിടിക്കാൻ തുടങ്ങും, ഹൃദയം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അവർക്ക് മുന്നിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിയാൽ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആയത്തുകൾ ഓതിയാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. മാത്രമല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹനെ തവക്കുലാക്കുന്നവരാണ്. ഇതാണ് മുഅ്മിനീന്റെ ക്വാളിറ്റി. ഇതൊക്കെ നമുക്കുണ്ടോ എന്ന് നാം പുനഃപരിശോധന നടത്തേണ്ട സമയത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവ് നമുക്ക് വിജയിക്കണം. ദുനിയാവിലൂടെ ആഖിറ നമുക്ക് വിജയിക്കണം. ദുനിയാവ് മാത്രം പോരാ, ആഖിറ മാത്രം പോരാ. നമ്മുടെ ചിന്ത ദുനിയാവ് മാത്രമായി ഒതുങ്ങി പോവാണ്. നമുക്ക് ആഖിറവും വേണം. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. ദുനിയാവും നമുക്ക് വേണം, ആഖിറവും നമുക്ക് വേണം എന്നുള്ള വല്ലാത്ത ചിന്തയും ആ ദുനിയാവ് ആഖിറത്തേക്കുള്ള ചവിട്ടുപടിയാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നമുക്ക് വിജയിക്കണം. എങ്ങനെ വിജയിക്കും? വിജയിക്കുവാൻ ചില വഴികൾ അല്ലാഹ് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിയായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ വദുകുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചൊല്ല്, അല്ലാഹുവിനെ സ്മരിക്ക്, അല്ലാഹുവിനെ ഓർക്ക്, എങ്കിൽ നിങ്ങൾ വിജയികളാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സകലമായ നിമിഷം അല്ലാഹനെ ഓർക്കണം. എന്തിനാ നമ്മളെ പടച്ചത്? തിന്നാനും രസിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അല്ല. ഖുർആൻ പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമുക്ക് ആരാധനകൾ അർപ്പിക്കുക, അല്ലാഹനെ ആരാധന എടുക്കാൻ വേണ്ടിയാണ് നമ്മെ പടച്ചത്.
പഠിച്ചത്. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത് മുഫർരിദീങ്ങൾ വിജയിച്ചിരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ആരാണ് മുഫർരിദീങ്ങൾ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദിക്റുകൾ അധികമാക്കുന്നവർ മുഫർരിദീങ്ങളാണ്, അവർ വിജയിച്ചു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ദിക്റിലായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിന് നമ്മോട് ഇഷ്ടമുണ്ടാകും. ആ ദിക്റിൽപ്പെട്ടതാണ് അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാടിടങ്ങളിൽ അല്ലാഹ് തസ്ബീഹ് ഖുർആനിലൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്, ചൊല്ലാൻ പ്രേരണ നൽകിയിട്ടുണ്ട്. അല്ലാഹു ചൊല്ലിയിട്ടുമുണ്ട്. മലക്കുകൾ ചൊല്ലിയതായിട്ടുള്ള തെളിവുകളും അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ തസ്ബീഹ് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമുള്ള തസ്ബീഹുകളാണ് അല്ലാഹുവിനുള്ളത്. അതുകൊണ്ട് തന്നെ പല തസ്ബീഹുകൾ നമുക്കറിയാം. ഒരുപാട് തസ്ബീഹുകൾ നമുക്ക് ചൊല്ലാറുമുണ്ട്, നമുക്ക് പഠിച്ചിട്ടുമുണ്ട്, നാം പതിവാക്കാറുമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, പറയാൻ ഏറ്റവും എളുപ്പമുള്ള ലഘുവായ രണ്ട് പദങ്ങളുണ്ട്. ആ പദങ്ങളുടെ നേട്ടം എന്താ? സഖീലത്താനി ഫിൽ മീസാൻ, നാളെ പടച്ചവന്റെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ പ്രവാചകന്മാരെ മുഴുവനും ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്ന, ഓരോ സമുദായക്കാരെയും നിലക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലാഹു നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന മഹ്ശറയുടെ മീസാൻ എന്ന തുലാസ് ഉണ്ടല്ലോ, ആ മീസാൻ എന്ന തുലാസിലും നന്മയുടെ ഭാരം അധികരിക്കുമെന്നാണ്. അതുമാത്രമല്ല, ഹബീബത്താനി ഇലർ റഹ്മാൻ, ആകാശവും ഭൂമിയും പടച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല എളുപ്പമുള്ള രണ്ട് പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഏതാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ തസ്ബീഹ് അല്ലേ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉസ്താദ് ഈ ദിക്റാണോ പറഞ്ഞേ? അല്ല. ഒരുപാട് തസ്ബീഹ് നമുക്കറിയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ സാധാരണ മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട്. ചിലപ്പോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. നമ്മൾ പല തസ്ബീഹ് നമുക്കറിയാം. ഇതൊക്കെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, ഒരുപാട് പുണ്യമുള്ള കാര്യവുമാണ്. എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ നമ്മൾ ചൊല്ലാറുണ്ട്. ചില ആളുകൾ ഉസ്താദേ സമയമില്ല ഉസ്താദേ, ഒരുപാട് ആയത്തോതാനുണ്ട്, സൂറത്തോതാനുണ്ട്, കുറെ അദ്കാറുകളുണ്ട്, കുറെ സ്വലാത്തുകളുണ്ട്, ഇതിനിടയിൽ ഇനി ഇതും കൂടി ചൊല്ലി എങ്ങനെ ഉസ്താദേ? വേണ്ട, നിങ്ങൾക്ക് സമയമില്ലെന്നറിയാം എങ്കിൽ നമുക്ക് നാവ് കൊണ്ട് പറയാൻ കഴിയുന്ന ഏറ്റവും ചെറിയ തസ്ബീഹാണ് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലോ. വേണോ? ഒരു സെക്കൻഡ് പോലും ആ സുബ്ഹാനല്ലാഹ് പറയാൻ നമുക്ക് സമയം വേണ്ട, കുറച്ച് സമയം മതി. ഒരു സെക്കൻഡ് തന്നെ ചിലപ്പോൾ നമുക്ക് കുറെ എണ്ണം പറയാൻ കഴിയുന്ന രീതിയിലാണ് സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിന്റെ മഹത്വമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് എന്ന ഉസ്താദേ ഈ വിഷയം ഒന്ന് കേട്ടു നോക്കി, ആ നേട്ടങ്ങളൊന്ന് കേട്ടു നോക്കി, ഒരു തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞാലുള്ള നേട്ടം കേട്ടാൽ അതിന്റെ മഹത്വം എത്രയാണെന്ന് മനസ്സിലാവും. നമ്മളെ ഉസ്താദ് നമ്മളെ ചൊല്ലുന്നവരെന്ന് ചൊല്ലുന്നില്ല എന്ന വാദമില്ല. അതിന്റെ നേട്ടങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലേ? ഖൽബിൽ ഉറപ്പിച്ചോ. ഇതിങ്ങനെ പറയുമ്പോ കൽബിങ്ങനെ സുബ്ഹാനല്ലാഹ് കൊണ്ട് വല്ലാതെ അതിലേക്ക് ലയിച്ചു ചേരണം. ഇപ്പൊ തന്നെ നമുക്ക് ചൊല്ലണം ഇൻഷാ അല്ലാഹ്. ഒരു 100 സുബ്ഹാനല്ലാഹ് എങ്കിലും നമുക്ക് ചൊല്ലിയിരിക്കണം. ആ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹ് തരുന്ന പ്രതിഫലം വളരെ വലുതാണ്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, സുബ്ഹാനല്ലാഹ് പറയും മുസ്താമി ചൊല്ലാറുണ്ട്. നിസ്കാരം കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ് 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 ചൊല്ലാമല്ല. നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അതിന്റെ അവസാനത്തിൽ ഒരു ഹാ ഉണ്ട്. നമ്മൾ പലരും വിട്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആ ഹാ നമ്മൾ വിട്ടുകളയാണ്. ആ ഹാ നമ്മൾ ഉച്ചരിക്കണം. സുബ്ഹാനല്ലാഹ്. ആ ഹാ നമ്മൾ പറയണം. ആ ഹാ അല്ലാഹുവിലേക്ക് ലമീറാണ്, അല്ലാഹുവിലേക്ക് മടക്കമാണ്. ആ ഹാ നമ്മൾ പറഞ്ഞിരിക്കണം. ആ സുബ്ഹാനല്ലാഹ് നമ്മൾ ഒരു വട്ടം ചൊല്ലിയാൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കിട്ടുന്ന നേട്ടം പർവ്വത സമാനമാണ്. മഹാരഥന്മാര് പറയാണ്, ഒരു വട്ടം നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം കേൾക്കണോ? ഒരിക്കൽ മഹാപ്രവാചകനാകുന്ന നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം
ആരാണ് സുലൈമാൻ നബി? ഈ ലോകത്തിലെ അടക്കി ഭരിച്ച ഭരണാധികാരികൾ ഒരാളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലായുള്ള സർവ്വചരാചരങ്ങളെയും അധീനതപ്പെടുത്തി കൊടുത്ത ഉറുമ്പിന്റെ സംസാരം പോലും മനസ്സിലാക്കാൻ കഴിവുള്ള, ജിന്നുകൾ പോലും തന്റെ കാൽ കീഴിലേക്ക് കടന്നു വന്ന പ്രവാചകനാണ് സുലൈമാൻ അലൈഹിസ്സലാം. ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗദലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയർക്കഥ മർക്കഥ കേട്ട ജബായല്ലോ. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ വഴികളിലൂടെ നടന്നു പോകുമ്പോ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആട്ടിടയനുണ്ടല്ലോ. ആട്ടിടയൻ വിളിച്ചു പറയുന്നു, അല്ലാഹുവേ നീ എത്രയോ പരിശുദ്ധനാണ് അല്ലാ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്തുമാത്രം നേട്ടങ്ങളാ കൊടുത്തിരിക്കുന്നത്. രാജാധികാരം കൊടുത്തവൻ നീയാണ് റബ്ബേ, സമ്പത്ത് കൊടുത്തവൻ നീയാണ് റബ്ബേ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൊടുത്തുവല്ലോ എന്ന് സുലൈമാൻ നബിയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ സുലൈമാൻ നബി അത് കേൾക്കുകയാണ്. ഉടൻ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്ന് പറയുന്നു, മനുഷ്യ, ഈ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന എനിക്ക് അല്ലാഹു തന്ന നേട്ടങ്ങളെക്കാൾ നിനക്ക് നേട്ടം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നീ ഒരേ ഒരു വട്ടം ഖൽബിൽ തട്ടി സുബ്ഹാനല്ലാഹ് എന്നൊന്ന് പറയുവോ? ഒരേ ഒരു വട്ടം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇപ്പൊ തന്നെ നമ്മൾ എത്ര എണ്ണം ചൊല്ലി നോക്കിയേ? സമയമായോ? കുറച്ച് സമയം കൊണ്ട് എത്ര എണ്ണം നമ്മൾ ചൊല്ലാൻ കഴിഞ്ഞു? സുബ്ഹാനല്ലാഹ് എന്ന ദിക്റു തസ്ബീഹ് ഒരൊറ്റ വട്ടം ചൊല്ലിയ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് അല്ലാഹ് കൊടുത്ത എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ നമുക്കറിയാം. സുലൈമാൻ നബിയുടെ വാപ്പ ദാവൂദ് നബി അലൈഹിസ്സലാം കരഞ്ഞ് കരഞ്ഞ് സുജൂദിന്റെ സ്ഥലത്ത് പുല്ല് മുളച്ച പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. ഇരുമ്പിനെ കൈകൊണ്ട് മെരുക്കിയെടുക്കാൻ കഴിവുള്ള പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള ആ പ്രവാചക ശൃംഖലയ്ക്ക് അല്ലാഹ് കൊടുത്ത നേട്ടങ്ങളെല്ലാം അല്ലാഹു നമുക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ ദിക്റാണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ചൊല്ലിക്കോ, 1000 വട്ടം ചൊല്ലാൻ പറ്റുമോ? 100 വട്ടം എങ്ങനെ ചൊല്ലാൻ പറ്റുമോ? വളരെ നേട്ടാണ്. കൽബിൽ തട്ടി പറഞ്ഞോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ചൊല്ലിക്കോ, ഒരു കുറവും വരൂല. സുലൈമാൻ നബിക്ക് അല്ലാഹ് കൊടുത്ത നേട്ടം അല്ലാഹ് നമുക്ക് തരുമെന്നാണ്. എന്നിട്ട് നിർത്തിയോ? എന്നിട്ട് തീർന്നോ? ഇല്ലാന്നേ. നമ്മുടെ മക്കൾ, നമ്മൾ എന്തിനു വേണ്ടിയാ മക്കളെ വളർത്തണേ? നമുക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതിയിട്ട അല്ലേ? എന്നാൽ എത്രയോ ഉപ്പമാർ ഉമ്മമാർ ഇന്ന് പള്ളികളുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കുന്നുണ്ട് അല്ലേ? കൊണ്ടുവന്ന ഖബറിലേക്കിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളില്ലേ? എന്റെ ഉപ്പമാരെ ഉമ്മമാരെ ശ്രദ്ധിക്കും. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് എന്ത് ഉറപ്പാ ഉള്ളത്? ഒരു ഉറപ്പുമില്ല. എന്നാൽ അള്ളാന്റെ റസൂല് പറയാ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായി ഒരു തസ്ബീഹ് ചൊല്ലിയാൽ, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അള്ളാന്റെ മുഖറബീങ്ങളായ മാലാഖമാർ അവന് വേണ്ടി ദുആ ചെയ്യും. ആരാ മലക്കുകൾ? തീറ്റയില്ല, കുടിയില്ല, വിശ്രമമില്ല, ഉറക്കമില്ല, സദാസമയം ഒരൊറ്റ ഡ്യൂട്ടി, ഇബാദ. അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക. അള്ളാഹുവിന് ഇബാദത്ത് എടുക്കലല്ലാതെ ഒരു ഡ്യൂട്ടിയും ഇല്ല. അങ്ങനെ 24 മണിക്കൂറും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിനെ വാഴ്ത്തുന്ന, റബ്ബിനെ എപ്പോഴും ഇബാദത്തിലായി മുഴുകിയിരിക്കുന്ന അള്ളാന്റെ മാലാഖമാർ, അള്ളാന്റെ മലക്കുകൾ എവിടെയോ കിടക്കുന്ന നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. പടച്ചോനെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ നമുക്ക് വേണ്ടി ഒരു തസ്ബീഹ് ചൊല്ലിയാൽ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ അത്ഭുതമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യൻ മലക്കുകളെക്കാൾ മഹത്വമുള്ളതായി മാറാൻ കഴിയും അള്ളാഹുവിലേക്ക് നമ്മൾ എടുക്കാൻ. അള്ളാഹുവിലേക്ക് നമ്മൾ എടുത്താൽ മലക്കുകളെക്കാൾ നമുക്ക് ഉയരാൻ കഴിയും. ഇസ്റാ മിഅ്റാജ് യാത്ര നമുക്കറിയാം. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശം കടന്ന് അള്ളാഹിനെ കാണാൻ പോയപ്പോൾ കൂടെ പോയത് ഗൈഡായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പരിധി വരെ പോയിട്ട് പറഞ്ഞു, നബിയെ ഇനി അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല, ഇനി നിങ്ങൾക്ക് മാത്രമേ പറ്റൂ, എനിക്ക് പ്രവേശനമില്ല. മലക്കുകൾക്ക് കടന്നു പോകാൻ കഴിയാത്തടുത്ത് കടന്നു പോകാൻ കഴിയും മനുഷ്യർക്ക് എന്ന മഹത്തുക്കൾ ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്താൽ ആ മലക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്. മലക്കിന്റെ ഒരാമയും കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടൂലേ? ഉമ്മമാരെ പാഴാക്കല്ലേ. പറഞ്ഞോ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ? 2 നമ്മൾ പറഞ്ഞു. മൂന്നാമത് നമ്മൾ ഒരൊറ്റ തസ്ബീഹ് ആത്മാർത്ഥമായി ചൊല്ലിയാൽ 1000
നന്മ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്. നമ്മൾ നിസ്കരിക്കും, നോമ്പെടുക്കും, ഖുർആൻ ഓതും, തസ്ബീഹ് ചൊല്ലും, ഇസ്തിഗ്ഫാർ ചൊല്ലും, തൗബ ഒക്കെ ചെയ്യും. അള്ളാഹ് സ്വീകരിക്കുമെന്ന് ഉറപ്പ്. ഒരൊറ്റ വഖത്ത് നമ്മൾ നിസ്കാരം മുടക്കുന്നില്ല, പക്ഷെ അള്ളാഹ് സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഒരൊറപ്പുമില്ല. മഹാപ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിഞ്ഞിട്ട് ദുആ ചെയ്തത് എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി പോലും സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്തു. അങ്ങനെയുള്ള നമുക്ക് അല്ലാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കുന്ന എന്താ ഉറപ്പ്? നമ്മൾ നല്ല ഹുസ്നുൽ ദന്നി, അല്ലാഹുവിനെ കുറിച്ച് നല്ല ചിന്തയാണ്, നല്ല ധാരണയാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇബാദത്ത് എടുക്കുന്നു എന്നാ പഠിച്ചോളി. നമ്മൾ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് 1000 നന്മ, ഒരു ദിവസം 1000 നന്മ വെച്ച് രേഖപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നാലാമത് ഒരൊറ്റ തസ്ബീഹ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരും. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, നമുക്ക് പ്രതിസന്ധികളുണ്ട്, കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, മക്കളുടെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്നവർ, അങ്ങനെ തുടങ്ങി എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അതെല്ലാം അല്ലാഹു ഈ തസ്ബീഹ് ചൊല്ലുന്നതിലൂടെ മാറ്റിത്തരുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും. അല്ലാഹുവിലേക്ക് നമ്മൾ അടുത്താൽ നമ്മൾ പിടിക്കുന്ന കൈയും നോക്കുന്ന നോട്ടവും ചിന്തിക്കുന്ന ചിന്തയെല്ലാം അല്ലാഹ് അല്ലാഹ് എന്ന ചിന്തയായി മാറും. തസ്ബീഹിലൂടെ അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. മാത്രമല്ല, നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയൊരു സാധനമാണ് സമാധാനം. ഉസ്താദെ, സമാധാനം ഇല്ല, വീട്ടിലും ഇല്ല, ജോലിസ്ഥലത്തും ഇല്ല, ആകെ പ്രശ്നമാണ് ഉസ്താദെ. വിഷമിക്കണ്ട. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയം സംക്ഷിപ്തമാകുന്നത് എവിടെയാ? സമാധാന ചിത്തതയോടെ മുന്നോട്ട് പോകുന്നത് ദിക്ർ ചൊല്ലുമ്പോഴാണ്, അള്ളാഹിലേക്ക് അടുക്കുമ്പോൾ. ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എത്ര എണ്ണം ചൊല്ലി നോക്കിയേ? നമ്മുടെ മനസ്സിന് അല്ലാഹു ഇങ്ങനെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ നിസ്കാരം കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് 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 എന്താ നമ്മൾ ഖൽബിൽ വല്ല മാറ്റം ഉണ്ടോ? നേരെ മറിച്ച് ഹൃദയത്തിൽ തട്ടി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആ ദിക്റിലൊന്ന് ലയിച്ച് നിങ്ങളൊന്ന് ചൊല്ലി നോക്കിക്കേ, മനസ്സിനറിയാതെ സമാധാനം വരൂലേ? ഇവിടെയാണ് ഹൃദയത്തിൽ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ഇബാദത്തിന്റെ മഹത്വത്തോടെ മനസ്സിലാക്കണം. ഈ ദിക്ർ ആത്മാർത്ഥമായിട്ട് ചൊല്ല്. മാത്രമല്ല, നമ്മുടെ 6ാമത് മഹത്വക്കെ നമ്മെ പഠിപ്പിക്കുന്നു, ഈ തസ്ബീഹ് ചൊല്ലിയാൽ നമ്മുടെ ടെൻഷൻ, മാനസിക വിഷമം, ഡിപ്രഷൻ ഒക്കെ അല്ലാഹ് മാറ്റിത്തരും. ജോലി സ്ഥലത്ത് പ്രശ്നമാണോ? ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹ്. കുടുംബത്തെ പ്രശ്നമാണോ? അടുക്കള നിൽക്കുമ്പോൾ ഉമ്മ സുബ്ഹാനല്ലാഹ് ആവർത്തിച്ചോ. അല്ലാഹു നിങ്ങളുടെ ഡിപ്രഷൻ മൈൻഡ് അല്ലാഹു റിലാക്സിലേക്ക് അല്ലാഹു എത്തിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, 7ാമത് നബിതങ്ങൾ പറയാ, ഒരൊറ്റ സുബ്ഹാനല്ലാഹ് നമുക്ക് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? നമ്മളൊക്കെ പാപം പൊറുക്കാൻ വേണ്ടി ദ്വാരക്കൂലേ? നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹ് പുറത്തു വരുമെന്നാണ്. ആലോചിക്കുക, നമ്മൾ എത്ര പാപങ്ങൾ ചെയ്യുന്നവർ. ആരാ മനുഷ്യൻ? ഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ ബലഹീനരാണ്, പാപങ്ങൾ വരും. എന്നാൽ ആത്മാർത്ഥമായി നിങ്ങൾ തസ്ബീഹ് ചൊല്ലി നോക്കിയേ, സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പാപം കഴുകിക്കളഞ്ഞു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലാക്കി തരുമെന്നാണ്. പാപങ്ങളെല്ലാം കഴുകിക്കളയും. അല്ലാഹനെ പുകഴ്ത്തി, അല്ലാഹനെ വാഴ്ത്തി, അല്ലാഹനിലേക്ക് അടുക്കാൻ നോക്കുന്ന അടിമയ്ക്ക് പിന്നെ അല്ലാഹു പുറത്തു കൊടുക്കാതെ ആർക്കാ പുറത്തു കൊടുക്കുക? നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, 8ാമത്തെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ദിക്റിന്റെ നേട്ടം നമ്മൾ ദിവസങ്ങളിൽ ചൊല്ലുന്ന ദിക്റിൽ വെച്ച് ഏറ്റവും ഉത്തമമായതാണ്. നമ്മൾ ഒരുപാട് ദിക്ർ ചൊല്ലും, ഒരുപാട് സ്വലാത്ത് ചൊല്ലും, ഖുർആൻ ഓതും, അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു ദിവസത്തിൽ നീ അല്ലാഹനെ പുകഴ്ത്തിയാൽ, അല്ലാഹനെ വാഴ്ത്തിയാൽ, അത് ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് സുബ്ഹാനല്ലാഹ് എന്ന അല്ലാഹനെ വാഴ്ത്തലാണെന്ന് മഹാരഥന്മാർ. എന്നാലോചിച്ച് നോക്കിയ സുബ്ഹാനല്ലാഹയുടെ മഹത്വം. എന്റെ പ്രിയമുള്ളവരെ, 9ാമത് പറയുന്നു, അള്ളാന്റെ മഹ്ശറയുണ്ടല്ലോ, നമ്മളൊക്കെ മഹ്ശറയിൽ പോയി നിൽക്കും. ഹുഫാത്തൻ ഉറാത്തൻ ഉറില്ല, ആരും ആരെയും തിരിച്ചറിയാത്ത, ഉമ്മ മക്കളെ കണ്ടാലും മാതാപിതാക്കൾ മക്കളെ കണ്ടാലും ആരെയും തിരിച്ചറിയൂല. കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ ഒരു ചാണകലം നിൽക്കുന്ന മഹ്ശറ. എല്ലാവരും വിളിച്ചു പറയുന്ന നഫ്സി നഫ്സി എന്നാണ്, സ്വന്തം ശരീരം എന്നാണ്. ആരും ആരെയും തിരിച്ചറിയൂല. അള്ളാന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു പോയ മഹ്ശറ. അല്ലാഹു
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാവരും ആർത്തിരമ്പി വരുന്ന അലകടലിന്റെ അലവാലകളെ പോലെ അള്ളാഹുവേ സൃഷ്ടിചരാചരങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്ന മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയില് അള്ളാഹുവേ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് സുബ്ഹാനല്ലാഹ് പറഞ്ഞവന് തുല്യമായി ഒരാളും വരില്ലെന്നാണ്. ഈ മനുഷ്യന് പകരം വെക്കാൻ ഒരാളുണ്ടാവില്ല. അത്രയും പ്രതിഫലവുമായിട്ടാണ് നാളെ അള്ളാന്റെ മഹ്ശറയിലേക്ക് കടന്നു വരുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കേ, നമ്മുടെ ജീവിതത്തിന്റെ ഈ അഖില നിഖില മേഖലകളിൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ സുബ്ഹാനല്ലാഹിലുണ്ട്. നമ്മൾ ഇന്ന് തീരുമാനം എടുക്കാണ്, പടച്ചോനെ ഇന്ന് മുതൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സുബ്ഹാനല്ലാഹെങ്കിലും ഞാൻ ചൊല്ലും എന്ന നിയ്യത്ത് നിങ്ങൾ വെച്ച് നോക്കിയേ. അള്ളാഹു നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്ക് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. കൽബിൽ തട്ടി ചൊല്ലിക്കോ, ഇപ്പൊ തന്നെ ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അങ്ങനെ കൽബില സുബ്ഹാനല്ലാഹ് കൊണ്ട് വല്ലാതെ അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സുബ്ഹാനല്ലാഹ് ദിക്റിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയണം. അല്ലാഹു വിജയികൾ ഉൾപ്പെടാൻ അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ പതിവാക്കുക, ഈ ദിക്റിന്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരാൾ നമ്മൾ കാരണം സുബ്ഹാനല്ലാഹ് പറഞ്ഞ അത്ഭുതകരമായ നേട്ടം നമുക്കുണ്ടാകും. അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ദുആ ചെയ്യണം. ദുആ വസിയത്തുമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.